അസ്സലാമു നന്മയിൽ അധിഷ്ഠിതമായ പാരസ്പര്യം സമൂഹ ഭദ്രതയുടെ അടിത്തറയാണ്. അത് നഷ്ടപ്പെടുന്നത് രാഷ്ട്രത്തെയും പൗരന്മാരെയും ഒരുപോലെ അപകടത്തിലാക്കും. ധാർമ്മികതയിലൂന്നിയ ജീവിതചര്യ റമദാൻ പഠിപ്പിക്കുന്നത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അഹ്ലൻ റമദാനിലേക്ക് സ്വാഗതം. നമസ്കാരം. മജ്ലിസിന്റെ വളരെ മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഖത്തറിൽ സൗദിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ MK മുസ്തഫ സാഹിബാണ് ഇന്ന് നമ്മോടൊപ്പം മജ്ലിസിൽ. സർ, അസ്സലാമു അലൈക്കും. മജ്ലിസിലേക്ക് സ്വാഗതം. അപ്പോൾ റമദാനൊക്കെ ആണല്ലോ, എങ്ങനെ പോകുന്നു ഇവിടുത്തെ റമദാനൊക്കെ? വളരെ ഈ വർഷം എല്ലാ വർഷത്തേക്കാളും കുറച്ചും കൂടിയും നല്ല രീതിയിൽ തന്നെ പോകുന്നു. വളരെ ഗംഭീരമായി കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള നോമ്പ് തുറ വളരെ നല്ല രീതിയിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് ഇഫ്താർ വിരുന്നുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? അത്യാവശ്യം ചില കമ്മിറ്റികൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. സാറിന്റെ ഫാമിലിയൊക്കെ സാറിന്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ വീട്ടില് എങ്ങനെയാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നത്? വീട്ടിൽ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ കുറച്ച് മിതമായ ഭക്ഷണം വെച്ചുകൊണ്ടാണ് പരിപാടി. എന്താണോ ആവശ്യം അതുമാത്രം പാകപ്പെടുത്തിക്കൊണ്ട്, കാരണം നമ്മൾ കൂടുതൽ അറിവ് നേടുകയാണല്ലോ. ആദ്യകാലങ്ങളിൽ നമ്മൾ അന്നം കഴിക്കുക, ഭക്ഷണം ഇഫ്താർ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് ഭക്ഷണം മുമ്പിൽ വെച്ചു കഴിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പം നമ്മൾക്ക് കുറേ മാറ്റങ്ങളുണ്ടായി, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയല്ല വേണ്ടതെന്ന്, അതുകൊണ്ട് മിതമായ രീതിയിൽ ഭക്ഷണം ഒരുക്കി കഴിക്കലാണ് ഇപ്പോഴത്തെ മാറ്റം. വർത്തമാനകാലത്ത് എന്താണ് റമദാന്റെ പ്രസക്തി? റമദാൻ്റെ പ്രസക്തി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വലിയ വാഹനം വാങ്ങിക്കുക, എന്തെങ്കിലും ഒരു വാഹനം അല്ലെ ഒരു AC അതുപോലുള്ള എന്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും ആ കമ്പനി പറയും നിങ്ങൾ ഒരു വർഷം കൊണ്ട് ഇത് സർവീസ് നടത്തണം, ഇത് റിപ്പയറിങ് കമ്പനിയിൽ തിരിച്ചു കൊണ്ടുവന്നില്ല, കമ്പനിക്കാരെ കൊണ്ട് ചെയ്യിക്കണമെന്ന്. അതുപോലെ തന്നെ പ്രപഞ്ചനാഥനായ അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ ഇറക്കിയത് റമദാനിലാണ്. അപ്പോൾ ഈ റമദാൻ വ്രതമെടുക്കുക എന്നതുകൊണ്ട് വിശപ്പിനെ പഠിക്കുക എന്ന് മാത്രമല്ല, മൊത്തം അവൻ ദൈവികമായി ഭക്തി നിർഭരനായിക്കൊണ്ട് എന്താണ് അനീതി, എന്താണ് അക്രമം, എന്താണ് കുറ്റകൃത്യം, എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യാമെന്നൊക്കെ പഠിക്കാനുള്ള ഒരു മാസം കൂടിയാണ്. വെറും ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിച്ചു പ്രാർത്ഥന നടത്തുക എന്നുള്ളതല്ല. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ, പ്രവാചക ചര്യകൾ നിർദ്ദേശങ്ങളെ എങ്ങനെയൊക്കെ നെഞ്ഞിലേറ്റാൻ. 11 മാസം തികഞ്ഞാൽ 12ാമത്തെ മാസം നമ്മൾ ബ്രെയിൻ സർവീസ് ചെയ്യാണ്, ബോഡി സർവീസ് ചെയ്യാണ്. അന്നം നിയന്ത്രിച്ചുകൊണ്ട് ചിന്താ ഭക്തി അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് എനിക്ക് മേലൊരു ശക്തനുണ്ട്, ഞാനല്ല ശക്തൻ, അള്ളാഹുവാണ് ശക്തൻ എന്നത് പഠിക്കുന്ന ഒരു മാസവും കൂടിയാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, എല്ലാ പള്ളികളിലും എവിടെ നോക്കിയാലും ഖുർആൻ പാരായണവും. അപ്പോൾ ഖുർആൻ ഒരു മനുഷ്യൻ അർത്ഥസഹിതം പഠിക്കുകയാണെങ്കിൽ അവൻ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും. അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാം. ഈ ഗൾഫ് രാജ്യത്തെക്കുറിച്ച് ചുരുക്കി നമ്മൾ ദുബായ്, ഖത്തറൊക്കെ ഇവർ ഈ അറബികളിൽ എപ്പോഴും വളരെ വിനയം കാണുന്നു. പല ഉദ്യോഗ തലങ്ങളിലുള്ളവർ, വലിയവർ ചെറിയവർ, ആരിലൊക്കെ വിനയം കാണുന്നുണ്ടെങ്കിൽ അവർ ഭക്തരായിരിക്കും, അവർ ഇസ്ലാമിനെ കൃത്യമായി പഠിച്ചവരായിരിക്കും. അതൊക്കെ ഒരു വലിയ പ്രത്യേകതയാണ്. ഈ വ്രതം നോമ്പെന്ന് പറയുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം, നാം സജ്ജമാവുക. നാം അടുത്ത 11 മാസം കഴിഞ്ഞാൽ വീണ്ടും വരും, പക്ഷെ നോമ്പ് വീണ്ടും വരും, നാം ഉണ്ടാവുമോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ നോമ്പോടുകൂടി നമ്മൾ നോമ്പ് കഴിഞ്ഞ ഉടനെ നമ്മൾ തോന്നിയ രീതിയിൽ ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ല. ഈ നോമ്പിൽ നമ്മൾ എന്തൊക്കെ പരിശീലിച്ചിട്ടുണ്ടോ, എന്തൊക്കെ കേട്ടിട്ടുണ്ടോ, എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ, അടുത്ത നോമ്പ് വരെ കൊണ്ടുപോവുകയും വീണ്ടും അടുത്ത നോമ്പിന് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് വീണ്ടും ഇസ്ലാമിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചുകൊണ്ട് സ്വയം അത് സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് അത് പ്രദാനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നാം ഉത്തമ മനുഷ്യനാവുന്നത്. കാരണം ഇസ്ലാം മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. ജനങ്ങളെ എന്നാണ് പറയുന്നത്, സമുദായമേ, മനുഷ്യരെ, നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണ് എന്നൊക്കെ വ്യക്തമാക്കുന്ന ഒരു സന്ദേശമാണിത്. അപ്പോൾ ഒരുത്തൻ കൃത്യമായി ഒരു കാര്യം പഠിച്ചുകൊണ്ടാണ് ഈ മതം ഇതിലേക്ക് വരികയാണെങ്കിൽ അവനെപ്പറ്റി പ്രത്യേകം പറയുന്നുണ്ട്, മുഅ്മിനാവുക എന്നുള്ളതാണ്. മുസ്ലിമാകുക എന്നുള്ളതിൽ ഉപരി മുഅ്മിനാവുക എന്നുള്ളതാണ്. അവനിൽ സത്യസന്ധത ഉണ്ടാവും,
അവൻ നീതി പാലിക്കുന്നവനാവും, കച്ചവടം ചെയ്യുന്നിടത്ത് അവൻ കൃത്യത കാണിക്കും. ഏത് മേഖലയിലാവട്ടെ അവൻ്റെ പ്രവർത്തനം ഒന്നിനൊന്ന് മെച്ചമായിരിക്കും. അപ്പോൾ അത് ഓർമ്മപ്പെടുത്തുകയാണ് റമദാൻ. സാർ നാട്ടിലെവിടെയാണ്? ഞാൻ നാട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് തലശ്ശേരി കുയ്യാലി എന്ന് പറഞ്ഞ MC റിവർ സൈഡ് ഇൻക്ലേവിലാണ്. തലശ്ശേരി വിഭവങ്ങൾ ഇവിടെ വീട്ടിൽ തയ്യാറാക്കാറുണ്ടോ? തലശ്ശേരി വിഭവങ്ങൾ സ്വാഭാവികമായിട്ടും അവർ തയ്യാറാക്കുമല്ലോ. അപ്പോൾ ഇപ്പം എൻ്റെ മക്കളെ ഭാര്യമാരൊക്കെ അധികം ഇവിടെ ഗൾഫിലായതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഡിഫറൻ്റ് ആയിട്ടുണ്ട്. കാരണം അവരുടേതായ ലേറ്റസ്റ്റ് കണ്ടെത്തലുകൾ എന്നുള്ള കുറേ വിഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എങ്കിലും തലശ്ശേരി വിഭവം ടേസ്റ്റ് ആണെങ്കിലും അത് കൂടുതൽ കഴിക്കരുത് എന്നുള്ള ഒരു അപേക്ഷ ഉണ്ട്. കാരണം കൊഴുപ്പാണ്. നല്ല നെയ്യ് ഉപയോഗിക്കും, കൂടുതൽ മുട്ട ഉപയോഗിക്കും, എന്ന് വേണ്ട എന്തെല്ലാം കാഷ്യൂനട്ട് ഉപയോഗിക്കും, മുന്തിരി ഉപയോഗിക്കും, ഏറ്റവും നല്ല സാധനങ്ങൾ ഉപയോഗിക്കും. പക്ഷേ അതൊന്നും നമ്മളെ ശരീരപ്രകൃതിക്ക് ഓരോരു പ്രായം കഴിഞ്ഞാൽ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായും മനുഷ്യരുടെ അവരുടെ ദഹന നിയന്ത്രണത്തിനൊക്കെ ഒരു സ്ലോ വരും. ആ സന്ദർഭത്തിൽ നമ്മൾ ഭക്ഷണം കുറച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഫാറ്റ്, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രത്തോളം ഫുഡ് വേണ്ടെന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അങ്ങനെയുള്ള ഫുഡൊക്കെ മാറ്റിവെക്കാനാണ് സാർ പറയുന്നത്? അത് തീർച്ചയായിട്ടും ആരോഗ്യം അത് വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ കഴിക്കുക എന്നല്ലാതെ ജീവിതത്തിൽ ദിനം കഴിക്കരുത്. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയുമോ? നിങ്ങൾ 1/3 ഭാഗമാണ് നിങ്ങൾക്ക് ഭക്ഷണം. 1 വെള്ളത്തിന്, 1 ഭാഗം വെള്ളത്തിന്, 1 ഭാഗം ഭക്ഷണത്തിന്, 1 ഭാഗം എയറിന് ഫ്രീ ആയിട്ട് വിട്ടേക്കണം. അപ്പോൾ അത് എക്കാലത്തും ബാധകമാണ്. ഇനി സൗദിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർ. സൗദി കമ്പനി എന്ന് പറഞ്ഞാൽ 1988 റിയാനിൽ ഷാഫി റോഡ്, അന്ന് ഇതുപോലുള്ള ജനങ്ങളോ ഇതുപോലുള്ള റോഡോ ഇത്രയധികം ഇത് ഒരുപാട്. അന്ന് ഞാൻ ആ സ്ഥാപനം തുടങ്ങുമ്പോൾ, ആ സ്ഥാപനത്തിന് തുടങ്ങുന്നത് ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് പിരിഞ്ഞപ്പോൾ എൻ്റെ സ്പോൺസറെ വേറെ ആൾക്ക് വാടക കൊടുത്തത് പരാജയപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് എടുക്കാൻ വേണ്ടി നിർബന്ധിച്ചതിൻ്റെ ഫലമായി, കാരണം അന്ന് ഇത്രയധികം ജനങ്ങളൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ഖത്തറിൽ. ആ സന്ദർഭത്തിൽ ചാലഞ്ചായി ഏറ്റെടുക്കുകയും പിന്നീട് അങ്ങോട്ട് കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് അതിനെ ഇഞ്ചിന് വളരെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നതാണ്. അതിൽ എൻ്റെ കൂടെ സഹകരിച്ച മാനേജ്മെൻറ്റ്, സ്റ്റാഫ് എന്ന് വേണ്ട എൻ്റെ കുടുംബാദികൾ എല്ലാവരും, എൻ്റെ ഒരുപാട് കുടുംബങ്ങൾ എൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മതഭേദമന്യേ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, സുഡാനിയുണ്ട്, നേപ്പാളിയുണ്ട്, മിസ്രിയുണ്ട്, തായ്ലൻഡുണ്ട്, ഫിലിപ്പൈനുണ്ട്, ഭൂട്ടാനുണ്ട്. എല്ലാ രാജ്യത്തെ ആൾക്കാർ ഒത്തൊരുമിച്ച് പോകുക. ഇത്രയും സമയം നമ്മോടൊപ്പം മജ്ലിസിൽ സംസാരിച്ച ശ്രീ NK മുസ്തഫ സാഹിബിനും സാറിന്റെ കുടുംബാംഗങ്ങൾക്കും മജ്ലിസിന്റെ റമദാൻ ആശംസകൾ. വളരെയധികം സന്തോഷമുണ്ട്. കേരളി ചാനൽ എന്നും ജനങ്ങൾക്ക് നല്ല സന്ദേശം കൊടുക്കാൻ വേണ്ടി നല്ല വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് നല്ല ആശയങ്ങളെ ലോകത്ത് എത്തിക്കുന്ന ഒരു പ്രവണത ഇതെല്ലാ വർഷവും തുടരുന്നതിൽ ഈ മജ്ലിസ് എന്ന പ്രോഗ്രാം, അതിൽ നിങ്ങൾ വന്നു എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചതിലും അതിൽ എനിക്ക് സഹകരിക്കാൻ കഴിഞ്ഞതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് എല്ലാവരോടും എനിക്ക് പറയണേ, ഈ റമദാൻ ആശംസകൾ അർപ്പിക്കുന്നത് പോലെ അതോടൊപ്പം തന്നെ നമ്മൾ നല്ലവരാകുകയും നല്ലത് ചെയ്യുകയും നല്ലത് കാണുകയും നല്ലത് കേൾക്കുകയും നല്ലതിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരായി മാറിക്കഴിഞ്ഞാൽ, ഓരോരുത്തരും മാറുമ്പോഴാണല്ലോ ലോകം മാറുന്നത്. നാം എല്ലാം മനുഷ്യരല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറാവണം. എല്ലാവിധ വിജയാശംസകളും ലോക ജനതയ്ക്ക് നേർന്നുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പു മുതൽ ചൊവ്വാലിൻ പിറ കാണും വരെയും തറാബി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പു മുതൽ
പിറ കാണും വരെയും തറാബി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോടഞ്ചു നമസ്കാരം. അല്ലാഹുവിലാരാധന നിത്യ നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോടഞ്ചു നമസ്കാരം. അല്ലാഹുവിലാരാധന നിത്യ നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. സമ്പാദ്യപ്പൊരുളിന്മേൽ പങ്കേകി സക്കാത്തിൻ വ്രതപുണ്യം നേടേണം. പകൽ നേരത്തുമിനീരും കൂട്ടാതെ പരിപൂർണ വ്രതമാസം കൂടേണം. സമ്പാദ്യപ്പൊരുളിന്മേൽ പങ്കേകി സക്കാത്തിൻ വ്രതപുണ്യം നേടേണം. പകൽ നേരത്തുമിനീരും കൂട്ടാതെ പരിപൂർണ വ്രതമാസം കൂടേണം. റബ്ബിൻ മൊഴിമുത്തിൻ മണികളെ മാനിക്കേണം. റബ്ബിൻ മൊഴിമുത്തിൻ മണികളെ മാനിക്കേണം. പരിശുദ്ധ ഖുർആൻ വ്രതശുദ്ധിയോടോദണമെല്ലാരും. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശവ്വാലിൻ പിറ കാണും വരെയും തറാബി നമസ്കാരം. ലുലു ഹൈപ്പർ മാർക്കറ്റ് അഹ്ലാൻ റമദാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ബർവ സിറ്റി ദോഹ ഖത്തർ. Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home. Presented by Kims Qatar Medical Center Kims Care and Compassion in association with Safari Mall. World class shopping experience. ഏവർക്കും ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിന്റെയും റീറ്റെയിൽ മാർട്ടിന്റെയും റംസാൻ ആശംസകൾ. Close to your heart and close to your home, all that makes life good. Dream further but seize what's nearer, just feel like you're home. Just push, don't wait to grab that chance. It's better when your dreams are close. Close to your heart and close to your home. Just feel like you're home. You wish, you choose, start a new day. Close to your heart and close to your Lulu hypermarkets, supermarkets and department stores where the world comes to shop. just feel like you're home. ഏവർക്കും സഫ വാട്ടറിന്റെ റംസാൻ ആശംസകൾ. കിംസ് ഖത്തർ മെഡിക്കൽ സെന്റർ, അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ ഥാനി സ്ട്രീറ്റ്, അൽ വക്ര, ഖത്തർ. കിംസ് കെയർ ആൻഡ് കമ്പാഷൻ. ഏവർക്കും അൽ സുവൈദ് ഗ്രൂപ്പിന്റെ റംസാൻ ആശംസകൾ. Feel fresh, save money. Safari Mall, world class shopping experience. ഏവർക്കും എലൈറ്റ് ബസ്മതി അരിയുടെ റംസാൻ ആശംസകൾ. Dream Drive Summer Promotion
ഇതാ സൗദിയ ഗ്രൂപ്പ് ഔട്ട്ലെറ്റുകളിൽ. അതെ, ഖത്തറിലെ സൗദിയ ഗ്രൂപ്പ് ഔട്ട്ലെറ്റുകളിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ മെഗാ വിന്നറിനെ കാത്തിരിക്കുന്നത് മെർസിഡസ് GLE 400 ലക്ഷറി കാർ, 3 ഓഡി A3 കാറുകളും 100 സമ്മാനങ്ങൾ മറ്റു വിജയികൾക്കും നേടാം. ഇന്ന് തന്നെ ഷോപ്പ് ചെയ്യൂ. സൗദിയ ഹൈപ്പർ മാർക്കറ്റ്, ഉമ്മത്തും സ്ട്രീറ്റ് മുഅയ്ദ, ഷാഫി സ്ട്രീറ്റ് ന്യൂ റയാൻ, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് മുഅയ്ദ, ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സ്, TV റോഡ് മൽക്കിയ, സൗദിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ സെൽവാ റോഡ്, Asian Town Plaza Mall. Saudia Hypermarkets